ഇന്നിപ്പോ നമ്മൾ നോക്കുന്നത് ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓർഗാൻസ ടൈപ്പ് സാരിയൊക്കെ ഇപ്പൊ മൺലെയറൊക്കെ ഇടുന്നവർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണണ്ടെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ലൈനിങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ താഴത്തെ പോർഷനിൽ പ്രശ്നമില്ല, ഇവിടെ നമുക്ക് സ്കേർട്ട് പോകുന്ന കാരണം പ്രോബ്ലം വരില്ല. പക്ഷെ നമുക്ക് പ്രോബ്ലം വരുന്നത് ഈ പല്ലു പോർഷനിലാണ്. അപ്പൊ നമ്മുടെ ഈ പല്ലു സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ മുതൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ ഒരു ബോർഡർ പോർഷനൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഈ പല്ലുവിന്റെ ഈ ബോർഡർ പോർഷനും അതുപോലെ ഈ ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്ക് കാണാവുന്ന പോർഷനും ഒക്കെ നമ്മളിങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇങ്ങനെ അത്യാവശ്യം കവർ ചെയ്ത് വരേണ്ട ഫ്രണ്ട് പോർഷൻ, വയറിന്റെ പോർഷൻ ഒക്കെ ലൈനിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല വീതിയുള്ള ഫാബ്രിക് ആണ്. നമുക്കിപ്പം സാരിയുടെ ഒരു സൈഡിലെ ബോർഡർ ഒഴിവാക്കിയിട്ട് എത്രയാണോ വീതി ആവശ്യമുള്ള ആ ഒരു വീതിക്ക് നമ്മൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത ലൈനിങ്ങിൻ്റെ മാർജിൻ ഭാഗം ഒഴികെ ബാക്കി 3 സൈഡും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സാരിയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പല്ലുവിൻ്റെ പോർഷനിലും അതുപോലെ ഈ സൈഡിലും നമ്മളിങ്ങനെ ലേസിൻ്റെ പോർഷൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാരി ഫോൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ സാരിയുടെ പല്ലു പോർഷനെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നിട്ട് ഒരു 7 ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. എഗെയിൻ നമ്മളിപ്പം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് ഒരു L ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പല്ലുവിൻ്റെ ഈ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നേരെ താഴേക്ക് വന്നിട്ട് ആദ്യം ഒരു 7 ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ മറു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഫുൾ സാരിയിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്കേർട്ട് സെയിം കളർ ആയതുകൊണ്ട് ഇവിടെ ഹാഫ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ.